ശാസ്ത്ര മേഖലയിലും ടെക്നോളജിയിലും ഒരുപോലെ പ്രാവീണ്യമുള്ള രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരു പേരെ പറയൂ, ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം ഒരിക്കൽ ഒരു സ്കൂൾ ഫംഗ്ഷന് പോവുകയുണ്ടായി. അവിടെ വെച്ച് ഒരു ചെറിയ കുട്ടി അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു. ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു എന്റെ കുട്ടിക്കാലത്ത്. ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം കണ്ടെത്താൻ നോക്കും. അതിന്റെ തൻബലമായിട്ടാണ് ഞാൻ ഈ ഒരു വേദിയിൽ നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാകില്ല, ലക്ഷത്തിൽ 1-2 പേർ മാത്രം. അതിൽ ഒരാളായ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കഥയാണ്. നമസ്കാരം, എല്ലാവർക്കും ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസം 15-ാം തീയതി രാവിലെ 7:35 സമയമായിട്ടുണ്ടാകും. ഞാൻ എന്റെ വീട്ടിലായിരുന്നു, കോട്ടയത്ത്. ഓഫീസിൽ പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ എന്റെ ബുക്കുകൾ വെക്കുന്ന ഷെൽഫിന് മുമ്പിൽ ഇറ്റാലോ കാൽവിനോയുടെ ഒരു പുസ്തകം ഇരിക്കുന്നു. അതിന്റെ മുകളിലായി ഞാൻ എന്റെ മൊബൈൽ ഫോൺ വെച്ചിരിക്കുകയാണ്. പതിവില്ലാതെ എന്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഞാനത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നു. മറുവശത്തു നിന്നും അയാൾ എന്നോട് ചോദിച്ചു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാം അറിയാമെന്ന ഭാവത്തോടു കൂടി ഞാൻ പറഞ്ഞു, ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. ഞാൻ പറഞ്ഞത് കേട്ടു നിന്ന ആ വ്യക്തി എന്നോടായി ഒരു ചോദ്യം ചോദിച്ചു. താങ്കൾ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി, എന്നാൽ ഇന്ത്യയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? ഒരു സ്വാതന്ത്ര്യ ദിനം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. എല്ലാം അറിയാമെന്ന ഭാവത്തിലിരുന്ന ഞാൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. എന്താണത്? ഇന്ത്യയുടെ ഫുൾ ഫോം എന്താണ്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, താങ്കൾ പറയൂ. അങ്ങനെ മറുഭാഗത്ത് നിന്നും അയാൾ എന്നോട് പറയുകയുണ്ടായി, ഇൻഡിപെൻഡന്റ് നേഷൻ ഡിക്ലെയർഡ് ഇൻ ആഗസ്റ്റ്. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയുടെ പേരാണ് ജുനൈദ്. ജുനൈദിനെ എന്റെ ഒരു ഫ്രണ്ട് ആക്കിയതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നാൽ അത് വളരെ വ്യത്യസ്തം തന്നെയാണ്. ഒരാളോട് ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് മുതൽ സ്ഥിര പരിചയമുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് വരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഗലീലിയോ ഗലീലിയെയും ആൽബർട്ട് ഐൻസ്റ്റീനെയും സ്റ്റീഫൻ ഹോക്കിൻസിനെയും ഒക്കെ സ്വന്തം റോൾ മോഡലായി കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, അവരുടെ സിദ്ധാന്തങ്ങളിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യത്യസ്തനായ മനുഷ്യൻ. ആദ്യമായി കാണുന്ന വ്യക്തിയോട് വളരെ സൈലന്റായും എന്നാൽ സ്ഥിര പരിചയമുള്ള വ്യക്തികളോട് വളരെ സൗമ്യമായും ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ആരെയും കയ്യിലെടുക്കുവാനുള്ള ഒരു മിടുക്ക് അദ്ദേഹത്തിന്റെ ജന്മസിദ്ധമാണ്. നമ്മുടെ ഇന്ത്യയിൽ കമ്പ്യൂട്ടർ തലച്ചോറ് ആർക്കാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ശകുന്തള ദേവിയാണ്. ജുനൈദിനോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരത്തിനോടൊപ്പം ഒരു കഥയും ഉണ്ടാകും.